നമസ്തേ നമസ്തേ. ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഇന്ന് കാണിക്കാനുള്ളത് ഈ സ്വാമി ചിദാനന്ദപുരി എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഈ വിദ്വാൻ്റെ പ്രഭാഷണമാണ്. ഇത് ഒത്തിരി ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടോ, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞു. 3 ലക്ഷത്തിലധികം ആളുകൾ ഇത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഇദ്ദേഹം എന്തിനാണ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? ഭാരതം എന്നല്ലേ ഒരു സന്യാസി പറയേണ്ടത്. സന്യാസി അങ്ങനെ ഇന്ത്യ എന്ന് പറയൂ? യേശുദേവന്റെ വേദാന്തോപദേശങ്ങളുടെ സാരം. യേശുദേവന്റെ, യേശു എന്ന് പറയണത് ഒരു ഹീബ്രു പേരാണ്. ഹീബ്രു ഭാഷ എന്ന് പറയുന്നത് സെമിറ്റിക് ഭാഷയാണ്. അതും സംസ്കൃതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ മറ്റു ഭാഷകൾ, ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ, അതൊക്കെ സംസ്കൃതമായിട്ട് ബന്ധമുള്ള ഭാഷയാണ്. പക്ഷേ അറബി, പിന്നെ യേശു സംസാരിച്ചിരുന്ന അരേമ്യ, ഹീബ്രു, പിന്നെ എത്യോപ്യൻ ഭാഷ, ഇതൊന്നും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൻ്റെ പട്ടികയിൽ വരുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഷയിൽ നിന്നുണ്ടായിരിക്കുന്ന പേരാണ് യേശു, ജീസസ്. അത് ആ പേരിനോട് ചേർത്ത് ദേവൻ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഇദ്ദേഹം ഇങ്ങനെ വിളിക്കുമ്പോൾ മറ്റുള്ളവരും അങ്ങനെ തന്നെ വിളിക്കില്ലേ? ഇത് ജസ്റ്റ് ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് മാത്രം പറയാണ്ടോ. ഇനി ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോളൂ കേട്ടോ, സംസാരിക്കുന്നത് കേട്ടോളൂ. യേശു ഭാരതത്തിൽ വന്നിട്ടുണ്ടോ? യേശുദേവന്റെ വേദാന്തോപദേശങ്ങളുടെ സാരം. അവ യേശു ഭാരതത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിച്ചു, ടൈറ്റിലിൽ തന്നെ ഉറപ്പിച്ചു ഇദ്ദേഹം, ഇല്ലേ? കേട്ടോളൂ. കൃഷ്ണനും ബുദ്ധനും എല്ലാം മനുഷ്യരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പിറന്ന ഒരേ ശക്തികളുടെ പുനർജന്മങ്ങളായിക്കൂടെ ആവാലോ? അങ്ങനെ തന്നെയാ കാണേണ്ടത്. കൃഷ്ണനും ബുദ്ധനും ഒക്കെ മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി പിറന്ന ഒരേ ശക്തികൾ തന്നെ ആയിക്കൂടെ? അപ്പൊ ബുദ്ധൻ അങ്ങനെ മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി പിറന്നതാണെങ്കിൽ എന്തിനാണ് ശങ്കരാചാര്യര് ബുദ്ധമത സന്യാസികളുമായിട്ട് സംവാദത്തിന് ഒരുങ്ങിയത്? അപ്പൊ ശങ്കരാചാര്യരെക്കാളും വലിയ ബുദ്ധിമാനാണോ ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് സത്യനാഥൻ എന്നാണ് കേട്ടോ. ചിദാനന്ദപുരി എന്നൊക്കെ ഇദ്ദേഹം ഇപ്പൊ ശ്രീ രവിശങ്കർ എന്നൊക്കെ വിളിക്കുന്നില്ല, അതേപോലെ വിളിക്കുകയാണ്. എന്താ പറയാ പോയി. വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പറയും. എവിടെ നീ വിശേഷ മഹിമായുക്തമായിട്ട് ജന്മങ്ങളെ കാണുന്നുണ്ടോ, യദ്യത് വിഭൂതിമത്, അത് ഇത് 5000 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് 5000 വർഷം മുമ്പ് പറഞ്ഞു. എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കണവര്? മനസ്സിലായി? നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒരിക്കലും ഈ സെമിറ്റിക് മതങ്ങളെ കുറിച്ച് പരാമർശം ഉണ്ടാവില്ല. കാരണം സെമിറ്റിക് മതങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ പിന്നെ അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതി വെക്കും? ഇപ്പോൾ ഒരു 100 വർഷം മുമ്പുള്ള ഒരു പുസ്തകത്തിൻ്റെ അകത്ത് വിൻഡോസ് 10 എന്ന് പറയൂ? പറയത്തില്ലല്ലോ. കാരണം അതില്ല, അന്നേരം 100 വർഷം മുമ്പ് ഈ സംഭവം ഇല്ല. മനസ്സിലായി? പക്ഷെ അത് പറയാതെ ഇദ്ദേഹം അന്ന് ഭഗവാൻ ഉദ്ദേശിച്ചത് ഇന്ന് യേശുവിനെ കുറിച്ച് കൂടി ഉൾപ്പെടുത്തിയാണ് ഭഗവാൻ അത് ഉദ്ദേശിച്ചതെന്നാണ് ഇദ്ദേഹം വരുത്തി തീർക്കുന്നത്. ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇദ്ദേഹം. മനസ്സിലാവുണ്ടോ? കേട്ടോളൂ. വിഭൂതിയോടൊത്തതായിട്ട്, വിശേഷേണ മഹിമയോടൊത്തതായിട്ട്, ശ്രീമദ് ഐശ്വര്യയുക്തമായിട്ട്, ഊർജ്ജസ്വലമായിട്ട് എന്തെന്ത് സൃഷ്ടികളെ നീ കാണുന്നുണ്ട്, അവിടെയൊക്കെ എൻ്റെ അംശം കൂടുതൽ, എൻ്റെ ഭാവം കൂടുതൽ പ്രകാശിക്കുന്നു എന്ന് നീ മനസ്സിലാക്കൂ. എന്ത് ഐശ്വര്യം മഹിമയാണ് ഇദ്ദേഹം യേശുവിൽ കാണുന്നത്? നിങ്ങളുടെ മാതാപിതാക്കളെ, ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും വെറുക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ യേശുവിൽ ഇദ്ദേഹം എന്ത് മഹത്വമാണ് കാണുന്നത്? അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്, ഭൂമി ഇപ്പോഴേ കത്തി എരിഞ്ഞിരുന്നെങ്കിൽ
എന്നൊക്കെ പറയുന്ന യേശുവിൽ എന്ത് മഹത്വമാണ് ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയ? അല്ലെങ്കിൽ തന്നെ ഒരു ഹിന്ദു സന്യാസി എന്തിനാണ് യേശുവിന്റെ മഹത്വം തേടി പോകുന്നത്? ഇപ്പൊ ക്രിസ്തു ആയാലും കൃഷ്ണനായാലും ബുദ്ധനായാലും എല്ലാവരും ഒന്ന് തന്നെ. എങ്ങനെയുണ്ട്? പഠിപ്പീരെങ്ങനെയുണ്ട്? അപ്പോൾ കൃഷ്ണനായാലും ക്രിസ്തു ആയാലും ബുദ്ധനായാലും എല്ലാവരും ഒന്ന് തന്നെ ആണോ? എല്ലാവരും ഒന്നാണോ? അതെങ്ങനെയാണ് എല്ലാവരും ഒന്നാവുന്നത്? ശത്രുപക്ഷത്ത് കൗരവപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ, അതായത് ശത്രുക്കളെ കൊല്ലാൻ വിമുഖത കാട്ടിയ അർജുനന് ഗീതോപദേശം നൽകി. അത് കേട്ടതിന് ശേഷമാണ് അർജുനൻ വില്ലെടുക്കുന്നത്. അപ്പൊ ശത്രുക്കളെ കൊല്ലാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. യേശു ആകട്ടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ബന്ധം? കൃഷ്ണനും യേശു രണ്ട് വ്യത്യസ്ത എന്താ പറയുക ധ്രുവങ്ങളിലല്ലേ ഇവര്, യേശുവും കൃഷ്ണനും. ഇങ്ങനെ പറയാൻ തന്നെ നാക്ക് കൂസുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് പരമപിശാച്, മറ്റൊന്ന് ഭഗവാൻ. ഇത് രണ്ടും എല്ലാം ഒന്നാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ബുദ്ധനും ഒന്ന് തന്നെ. അപ്പൊ പിന്നെ ശങ്കരാചാര്യൻ എന്തിനാണ് ബുദ്ധിസ്റ്റുകളെ കൊടുന്ന് കെട്ടുകെട്ടിച്ചത്? ബാക്കിയോട് കേട്ടോളൂ. ഒരു ഭാവത്തിൽ കാണപ്പെടാം, സംശയമില്ല. യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നും ബുദ്ധമതവും വേദവും പഠിച്ചിട്ടുണ്ടെന്നും കൂടാതെ ചില യോഗ രീതികളും അതിലൂടെ വെള്ളത്തിനുമേൽ നടക്കുന്നതും മുകളിലേക്ക് ഉയരുന്നതും അങ്ങനെ പല അത്ഭുതകരമായ കാര്യങ്ങളും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം ശരിയാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ട് കേട്ടിട്ടുണ്ട് വെച്ചാൽ അവനറിയ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, കേട്ടിട്ടുണ്ട്. ഇദ്ദേഹവും ഇത് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നാണ് ഇദ്ദേഹം ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഹിന്ദുക്കളോട് എഴുന്നള്ളിക്കണം? എന്തിനാണ് താങ്കൾ ഇതൊക്കെ എന്തിനാണ് ഹിന്ദുക്കളോട് പറയണത്? താങ്കൾക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യമല്ലേ? കേട്ടിട്ടുണ്ട് ശരിയാണോന്ന് വെച്ചാൽ കേട്ട ആൾക്കേ അറിയുള്ളൂ എന്ത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് എങ്ങനെ അറിയും? ഇങ്ങനെ പറയുന്നുണ്ട് ചിലർ. ഇതിനെ നിഷേധിക്കുന്ന ഗ്രന്ഥങ്ങളും ഉണ്ട്. ക്രിസ്തു 3 ദിവസം കുരിശിൽ കിടന്ന ശേഷം ഇദ്ദേഹം എന്ത് വിഡിത്തങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞെന്നറിയോ? ക്രിസ്തു 3 ദിവസം കുരിശിൽ കിടന്ന ശേഷം ഇദ്ദേഹം പറഞ്ഞു. ക്രിസ്തു എവിടെ? യേശു എവിടെയാണ് 3 ദിവസം കുരിശിൽ കിടന്നത്? ഇദ്ദേഹം വല്ല സ്വപ്നം കണ്ടു? യേശുവിന് വെള്ളിയാഴ്ച ഉച്ചയോടടുത്ത് ഒരു 12 മണിക്കാണ് കുരിശിൽ തറക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് 3 മണിയായപ്പോൾ യേശു മരിച്ചു. ഒരു രാത്രി ഒരു 9-10 മണിയായപ്പോൾ യേശുവിൻ്റെ ശവശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി. അതായത് ടോട്ടൽ 12 മണി മുതൽ 10 മണി വരെ ഒരു 10 മണിക്കൂറാണ് യേശു ആകെ കുരിശിൽ കിടന്നിട്ടുള്ളത്. മനസ്സിലായോ? എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു യേശു 3 ദിവസം കുരിശിൽ കിടന്നു. ഇദ്ദേഹം എന്താ പുതിയ ബൈബിൾ എഴുതാൻ പോവുകയാണോ? അല്ലെങ്കിൽ തന്നെ യേശു കുരിശിൽ കിടന്നൊക്കെ ഒരു ഹിന്ദു സന്യാസി എന്തിനാ പറയണത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. ബാക്കിയോട് കേട്ടോളൂ. രക്ഷ പ്രാപിച്ചു. പിന്നെ വന്നു കാശ്മീരിൽ ദീർഘകാലം കഴിഞ്ഞു. അവിടെ അവസാനം സമാധിസ്ഥനായി എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. യേശു 3 ദിവസം കുരിശിൽ കിടന്ന് അതിനുശേഷം രക്ഷ പ്രാപിച്ചു. ഏത് 3 മണിക്കൂർ കിടന്നപ്പോൾ തന്നെ യേശു മരിച്ചു. എന്നിട്ട് 3 ദിവസം യേശു കുരിശിൽ കിടന്നു, അതിനുശേഷം രക്ഷ പ്രാപിച്ചു, നേരെ കാശ്മീർ വന്നു, സമാധിസ്ഥനായി. ഹാവ്, എന്താ ഒരു എളുപ്പം പരിപാടി! എന്തൊക്കെ കള്ളങ്ങളാണ് ഇങ്ങനെ കാവിയിട്ടിട്ട് ഇദ്ദേഹം യാതൊരു ലജ്ജയില്ലാണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എനിവേസ്, ഇവിടെ ഇപ്പം 1:40 നാളെ ജോലിയുണ്ട്. അപ്പം ഇവിടെ കൊണ്ട് ഞാൻ നിർത്തണേണ്. പക്ഷെ ഇതിൻ്റെ 2ാം ഭാഗവും 3ാം ഭാഗവും ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഓരോ വാക്കും വേണമെങ്കിൽ ഇഴകീറി പരിശോധിക്കാം നമുക്ക്. പക്ഷെ ഞാൻ അതിനെ ഒന്നും ഞാൻ മുതിരുന്നില്ല. അല്ലാതെ തന്നെ ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗവും ഞാൻ ചെയ്യുന്നതായിരിക്കും. 2ഉം 3ഉം ഭാഗം പറ്റുമെങ്കിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ജോലി തിരക്കുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.